ഇസ്ലാമിക് ക്രിമിനോളജിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈം പണിഷ്മെന്റ് രീതിയാണ് ഖിസാസ് എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കുന്നതിന് പ്രധാനമായിട്ടും രണ്ട് ഒബ്ജക്റ്റീവ്സ് ആണ് ഇസ്ലാം പറഞ്ഞു വെക്കുന്നത്. ഒന്നാമത്തേത് സജ്ർ എന്ന് പറയുന്നതാണ്. സജ്ർ എന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ശിക്ഷകൾ കാണുമ്പോൾ ആ രീതിയിലുള്ള തെറ്റുകൾ ചെയ്യാനുള്ള അവസരം ലഭിക്കുന്ന സാഹചര്യത്തിൽ ആ ശിക്ഷകൾ ഓർത്തിട്ടെങ്കിലും അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ കൊല്ലപ്പെട്ട വിക്ടിമിന്റെ കുടുംബത്തിന് സ്വാഭാവികമായിട്ടും അവർക്കുണ്ടാകുന്ന മാനസികപരമായിട്ടുള്ള വൈരാഗ്യവും അതല്ലെങ്കിൽ ഒരു പ്രതികാര മനോഭാവവും ഒക്കെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്ലാമിക് ക്രിമിനോളജി ഫോളോ ചെയ്യാത്ത മറ്റേതെങ്കിലും ഒരു കോർട്ട് ഒരു ശിക്ഷ വിധിച്ചു, സ്വാഭാവികമായിട്ടും ആ വിധിയിൽ വിക്ടിമിന്റെ കുടുംബത്തിന് തൃപ്തി ലഭിച്ചിട്ടില്ല എങ്കിൽ ആ ശിക്ഷ നടപ്പിലാക്കി കഴിഞ്ഞാൽ പോലും അവരുടെ മനസ്സിൽ ഒരു റിട്രിബ്യൂഷൻ മെന്റാലിറ്റി, ഒരു പ്രതികാര മനോഭാവം നിലനിൽക്കും എന്നുള്ളതാണ്. അവിടെയാണ് ഇസ്ലാമിന്റെ ഖിസാസ് എന്ന് പറയുന്ന സമ്പ്രദായത്തിന്റെ പ്രത്യേകത എടുത്തു കാട്ടുന്നത്. ഇവിടെ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് ലഭിക്കുന്നത് ഏറ്റവും വലിയ നീതിയാണ്. ഈ ഖിസാസ് എന്ന സമ്പ്രദായത്തിൽ ഒരുപാട് ഓപ്ഷൻസുകൾ ഇസ്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രധാനമായിട്ടും വിക്ടിമിന്റെ കുടുംബത്തിന് വേണമെങ്കിൽ ബ്ലഡ് മണി പോലത്തത് സ്വീകരിച്ചുകൊണ്ട് പ്രതിക്ക് ഇളവ് ചെയ്തു കൊടുക്കുക, അതല്ലെങ്കിൽ പ്രതിയെ വിട്ടയക്കാനൊക്കെയുള്ള ഒരു ഓപ്ഷൻ ഈ ഖിസാസ് സമ്പ്രദായത്തിലുണ്ട്. ഇതൊരിക്കലും ഇസ്ലാമിക് ക്രിമിനോളജിക്ക് പുറത്തുള്ള ഒരു കാര്യമല്ല. ഈ ഒരു തിയറി ഫോളോ ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം യമനിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ടതും ശിക്ഷയിൽ ഇളവ് ലഭിക്കുന്നതിന് വേണ്ടി ഉസ്താദ് സംസാരിച്ചതും. മാനവലോകം മുഴുവൻ ഇത് അംഗീകരിച്ചു കഴിഞ്ഞു. വിരലിൽ എണ്ണാവുന്ന ചില ആളുകൾ മാത്രം ഇതിനെ ശക്തമായി എതിർത്തു. അതിൻ്റെ കാരണം ഇതൊന്നുമല്ല, അവർ ഇത്രയും കാലം ഇവിടെ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരുന്ന ഇസ്ലാമോഫോബിയ പോലുള്ള വിഷം ചീറ്റുന്ന ആശയങ്ങൾ കാന്തപുരം ഉസ്താദിൻ്റെ കേവലം ഒരു നിമിഷത്തെ ഇടപെടൽ കൊണ്ട് നിർവീര്യമായി പോവുകയാണ് എന്നതിലെ ഭയവും, അവരിത്രയും കാലം പഠിച്ച ഇസ്ലാം ഒന്നുമല്ല എന്നും ഇനിയും ഇസ്ലാമിനെ കുറിച്ച് ഒരുപാട് പഠിക്കേണ്ടതുണ്ട് എന്നൊക്കെ ഓർക്കുമ്പോഴുള്ള ഒരു മാനസിക വെപ്രാളമാണ് ചില യുക്തിരഹിത ചിന്തക്കാർ വെറുപ്പിന്റെ വാക്കുകൾ കൊണ്ട് കാന്തപുരം ഉസ്താദിനെ പൊതിയുന്നതിന് കാരണമായിട്ടുള്ളത്. ജനങ്ങൾ അവരെ എന്നോ നെഗ്ലക്റ്റ് ചെയ്തു കഴിഞ്ഞു, ഇവരത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഉറങ്ങുന്നവരെ വേണമെങ്കിൽ നമുക്ക് ഉണർത്താൻ സാധിച്ചേക്കാം, പക്ഷേ ഉറക്കം നടിക്കുന്നവരെ ഉണർത്തൽ അസാധ്യമാണ്.